to BSc Main Physics, Semester 5, Paper 3, Electronics, Unit 1, Circuit Theory. Today the topic is Norton's Theorem. Class number E6, 6th class, Norton's Theorem. Semester 5, BSc Main Physics, Unit 1, Circuit Theory, Paper 3, Electronics. Paper 3, Electronics, 6th lecture. And today we see what is called Norton's Theorem. Today's topic is Norton's Theorem. Network theorem number 2. In the last class we have studied Thevenin's theorem and its problems. And today we see Norton's theorem. What is Norton's theorem? We can see the statement. This theorem says that any two-terminal linear network with output terminals A and B, A comma B, may be replaced by a single current source I dash in parallel with a single impedance Z dash, where I dash is a short circuit current between the terminals A comma B of the network, and I dash is the and Z dash is the impedance measured at the terminals A comma B when all sources are replaced by their internal impedances. You see the theorem. You have to copy down and by heart it. Very important. Norton's theorem statement. This theorem states that any two-terminal linear network with output terminals A, comma B may be replaced by a single current source I dash in parallel with a single impedance Z dash. Z dash, you write as Z dash, where I dash is the short circuit current between the two terminals A, B of the network, and Z dash is the impedance measured at the terminals A, B when all sources are replaced by their internal impedances. അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഈ തെവനിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് സമാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നോട്ടോൺസ് തിയറം. ഏത് കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് തന്നാലും അതിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽ രണ്ടെണ്ണം എയും ബിയും ആണെങ്കിൽ അത്തരം കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിനെ സിമ്പിൾ സർക്യൂട്ടാക്കി മാറ്റാം. അതിനകത്ത് ഒരു കറണ്ട് സോഴ്സ് ഐ ഡാഷ് അത് എ കൊമ ബി ടെർമിനൽ ഷോർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ടാണ്. പിന്നെ ഒരു സിംഗിൾ ഇംപെഡൻസ് പാരലല് ഇസഡ് ഡാഷ്. ആ ഇസഡ് ഡാഷ് എന്ന് പറഞ്ഞാൽ തെവനിസ് ഇംപെഡൻസ് തന്നെ, അതായത് എക്കും ബിക്കും എക്രോസ് റെസിസ്റ്റൻസ് നമ്മൾ എക്കും ബിക്കും എക്രോസ് ഷോർട്ട് സർക്യൂട്ട് എക്കും ബിക്കും എക്രോസ് ആയിട്ടുള്ള കറണ്ടാണ്. സെല്ലുകളെ അതിൻ്റെ ഇന്റേണൽ ഇംപെഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അത് തെവനിസ് ഇംപെഡൻസ് തന്നെ. തെവനിസ് ഇംപെഡൻസിന് തുല്യമാണ് നോർട്ടൺസ് ഇംപെഡൻസ്. അപ്പോൾ എന്താണ്, ഏതെങ്കിലും കോംപ്ലിക്കേറ്റഡ് ടു ടെർമിനൽ നെറ്റ്വർക്ക് ആ ടു ടെർമിനൽസ് എ കോമ ബി ആണെങ്കിൽ അതിനെ ഒരു കറണ്ട് സോഴ്സ് ഐ ഡാഷും ഒരു പാരലൽ ഇംപെഡൻസ് ഇസഡ് ഡാഷും ആക്കി മാറ്റാം. എന്നാൽ ഐ ഡാഷ് എ ബി ഷോർട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള കറണ്ടാണ്. എന്നാൽ ഇസഡ് ഡാഷ് എ ബിക്ക് എക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. സർക്യൂട്ടിലെ സെല്ലുകളെ സോഴ്സുകളെ അവയുടെ ഇന്റേണൽ ഇംപെഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ. അപ്പം അതിൻ്റെ ആ സർക്യൂട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഇതാണ് അതിൻ്റെ ആക്ച്വൽ ഗിവൺ നെറ്റ്വർക്കും അതിൻ്റെ നോർട്ടൺസ് ഇക്വലൻറ്റ്. നമ്മൾ തെവനിസ് ഇക്വലൻറ്റ് പഠിച്ച പോലെ തന്നെയാണ്. തെവനിസ് ഇക്വലൻറ്റ് സർക്യൂട്ട് പഠിച്ചതുപോലെ തന്നെയാണ് നോർട്ടൺസ് ഇക്വലൻറ്റ് സർക്യൂട്ട് പഠിക്കുന്നത്. ആദ്യം കാണുന്നത് ഗിവൺ നെറ്റ്വർക്ക്. ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ്. Z1, Z2, Z3 ഈസ് ദ ബാറ്ററി, എ ബി ആർ ദി ടു ടെർമിനൽസ്. അതിനെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യാമെന്ന്. എന്താണ്, ഒരു കറണ്ട് സോഴ്സ് ഐ ഡാഷ് പിന്നെ ഒരു പാരലൽ ഇംപെഡൻസ് ഇസഡ് ഡാഷ് എ ബി ടെർമിനലാണ്. ആ സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് നോർട്ടൺസ് ഇക്വലൻറ്റ് സർക്യൂട്ട്. ഇതെങ്ങനെ കിട്ടും? ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ബി ഷോർട്ട് ചെയ്യുമ്പോൾ എ ബിയിൽ ഒരു കണ്ടക്ടർ പിടിപ്പിച്ചാൽ ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടാണ്. ഇസഡ് ഡാഷ് എന്താണ്, നമ്മൾ സെല്ലിനെ ഷോർട്ട് ചെയ്യണം. സെല്ലിനെ ഷോർട്ട് ചെയ്തിട്ട് എ ബിക്ക് എക്രോസ് ആയിട്ട് അളക്കുന്ന റെസിസ്റ്റൻസ് ആണ്, ഇംപെഡൻസ് ആണ്. നമ്മൾ തെവനിസ് അളന്നത് പോലെ തന്നെ. സോ ഇൻ ദി ഫസ്റ്റ് ഫിഗർ ദ ഗിവൺ സർക്യൂട്ട് ഇസ് ഷോൺ. There are three impedances Z1, Z2 and Z3.
and a voltage source E. A and B are the two output terminals, two terminal network, and it can be replaced as a single current source I dash and a single parallel impedance Z dash. What is I dash? I dash is the current through AB when AB is shorted, and Z dash is same as Thevenin's impedance. Figure A represents a given circuit and is the supply source. Figure B represents Norton's equivalent circuit. I dash is the Norton's current and Z dash is the Norton's parallel impedance. So here there is a calculation, a theory part. How will we find I dash and Z dash? You remember I dash is Norton's current and Z dash is the Norton's impedance, which is same as Thevenin's impedance. Calculation. Number 1, to find the Norton's current I dash for the short the load circuit, short the load, the circuit becomes short the load means short AB. Usually we connect a load ZL across AB and that we short. So terminal AB is shorted. A current I dash flows through AB. I dash is the Norton's current or the short circuited current. We can find I dash as follows. Norton's current I dash is the current through AB when it is shorted. Let I be the main current. ആ ബാറ്ററി കറണ്ടിനെ നമ്മൾ I എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർട്ടൺസ് കറണ്ടിനെ എ ബിയിലെ കറണ്ടിനെ I ഡാഷ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. I വന്നു കഴിഞ്ഞാൽ ഇസഡിലൂടെ വന്നു കഴിഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ Z2യിലൂടെ I ഡാഷ് കടന്നു പോകും. പിന്നെ I3യിലൂടെ I മൈനസ് I ഡാഷ് കടന്നു പോകും. അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് KVL-ലാണ്. I ഡാഷ് കണ്ടുപിടിക്കാൻ ക്രിച്ചഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യും. ലെറ്റ് I be the main current. From figure I is equal to E by Z1 plus Z2 parallel Z3. മെയിൻ കറണ്ട് കാണുന്നത് എങ്ങനെയാണ്? ആ ബാറ്ററിക്ക് എക്രോസ് ആയിട്ടുള്ള ഇമ്പഡൻസ് കൊണ്ട് റെസിസ്റ്റൻസ് കൊണ്ട് വോൾട്ടേജ് ഹരിക്കുക. അപ്പോൾ നമ്മൾ ആ ബാറ്ററിയിൽ നിന്ന് വലത്തോട്ട് നോക്കിയാൽ അവിടെ വരുന്ന ടോട്ടൽ ഇമ്പഡൻസ് Z2ഉം Z3യും പാരലായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിന് പാരലൽ വാല്യൂ എടുക്കണം. അതുമായിട്ട് Z1 സീരീസിലാണ്. അപ്പോൾ ആകെ റെസിസ്റ്റൻസ് Z1 പ്ലസ് Z2 പാരലൽ Z3 ആണ്. അതുകൊണ്ടാണ് വോൾട്ടേജിനെ EMFനെ E ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ I is equal to E by Z1 പ്ലസ് Z2 പാരലൽ Z3. ഈ കറണ്ടിനെ നമ്മൾ മെയിൻ കറണ്ട് എന്ന് പറയും. ഇത് വന്നിട്ടാണ് ആ ലൂപ്പ് 2വിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. Z2യിലൂടെ I ഡാഷ് കടന്നു പോകും എന്ന് വിചാരിക്കണം. I ഡാഷ് ആണ് നോർട്ടൺസ് കറണ്ട്. Z3യിലൂടെ അപ്പോൾ കടന്നു പോകുന്നത് I മൈനസ് I ഡാഷ് ആണ്. അവിടെ നമ്മൾ ക്രിച്ചഫ്സ് സെക്കൻഡ് അപ്ലൈ ചെയ്യണം ആ ലൂപ്പിന്, സെക്കൻഡ് ലൂപ്പിന്. ഈ Z2 പാരലൽ Z3 എന്ന് പറഞ്ഞാൽ Z2 Z3 by Z2 പ്ലസ് Z3 ആണല്ലോ. അപ്പം അങ്ങനെ എഴുതാം. മെയിൻ കറണ്ട് I ഈക്വൽ E ബൈ മെയിൻ കറണ്ട് I ഈക്വൽ ടു E ബൈ Z1 പ്ലസ് Z2 Z3 by Z2 plus Z3. Equation number 1. Apply KVL in the circuit second part. A second loop in other. I dash Z2 minus I minus I dash Z3 is equal to 0. അതായത് anti-clockwise PD is equal to clockwise PD എന്നുള്ള കണ്ടീഷൻ. or clockwise PD is anti-clockwise PD. I dash into Z2 is equal to I minus I dash into Z3. ആ സെക്കൻഡ് ലൂപ്പിൽ പറയുന്നതാണ്. അല്ലെങ്കിൽ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ചെയ്ത് കൂട്ടുമ്പോൾ അവിടെ ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 0 എന്ന് എഴുതാം. എന്നിട്ട് ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. I dash into Z2 plus Z3 is equal to I Z3. I dash is I Z3 by Z2 plus Z3. ഇതാണ് I ഡാഷിൻ്റെ വാല്യൂ. അപ്പോൾ I ഡാഷിൻ്റെ വാല്യൂ നമ്മൾ ആ മെയിൻ കറണ്ടിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാം. അപ്പോൾ I എന്നുള്ള ഇക്വേഷൻ മുകളിലുണ്ട് 1. ഇത് I ഡാഷിൻ്റെ ഒരു ഇക്വേഷനാണ്. ഇതാണ് ശരിക്കും നോർട്ടൺസ് കറണ്ട്. അപ്പോൾ കൃത്യമായിട്ട് I മാറ്റി എഴുതാൻ വേണ്ടി Iയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നോക്കിയേ.
I dash is equal to I Z3. That is E by Z1 plus Z2 Z3 by Z2 plus Z3 into ബ്രാക്കറ്റിന് പുറത്ത് Z3 all by Z2 plus Z3. നമ്മൾ താഴെ മുകളിലും അപ്പോൾ ആ ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. Z2 പ്ലസ് Z3 താഴെ ഉള്ളത് Z2 പ്ലസ് Z3 by 1 എന്നിട്ടിട്ട് അത് മറിച്ചിട്ട് ഗുണിച്ചാൽ മതി. അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുകളിൽ ഈ Z2 പ്ലസ് Z3 ഇൻറ്റു Z3 എന്ന് വരും. താഴെ Z1 ഇൻറ്റു Z1 ഇൻറ്റു Z2 പ്ലസ് Z3 കൊണ്ട് നമ്മൾ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സിംപ്ലിഫിക്കേഷൻ നോക്കുക. അപ്പോൾ മുകളിലോട്ട് ആ ടൈം കൊടുക്കും, താഴെ നമ്മൾ LCM കണ്ടെഴുതും, 12 വെട്ടിപ്പോയിട്ട് നമുക്ക് കിട്ടുന്നതാണ് Z3 ബൈ Z1 Z2 പ്ലസ് Z1 Z3 പ്ലസ് Z2 Z3 എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ താഴെ മുകളിലും Z2 Z3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഗുണിക്കുമ്പോൾ ഒരു സ്ഥലത്ത് വെട്ടിപ്പോവും. ഇപ്പം ന്യൂമറേറ്റർ ഫ്രാക്ഷനാണ്, ഡിനോമിനേറ്റർ ഫ്രാക്ഷനാണ്, മറിച്ച് എഴുതി ഗുണിച്ചാൽ മതി. ഗുണിക്കുമ്പോൾ നമുക്ക് Z3 ബൈ Z1 Z2 പ്ലസ് Z1 Z3 പ്ലസ് Z2 Z3 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നോർട്ടൺസ് കറണ്ട് I ഡാഷ്. നോർട്ടൺസ് കറണ്ട് I ഡാഷ് ഇസ് ഈക്വൽ ടു Z3 by Z1 Z2 plus Z1 Z3 plus Z2 Z3. Equation number 1. This is Norton's current. Next is to find Norton's impedance Z dash. For this, short the source. Source short ചെയ്യണം, എന്നിട്ട് എ ബിയിൽ നിന്ന് ഇടത്തോട്ട് നോക്കണം. Z dash ZAB. That is Z2 plus Z1 parallel Z3. നമ്മൾ തെവനിൻസ് ഇംപെഡൻസ് കണ്ടുപിടിച്ചതുപോലെ പറയണം. Z dash is equal to Z2 plus Z1 Z3 by Z1 plus Z3. Equation number 2. ഇനി നമ്മൾ അപ്പോൾ നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഇക്വലന്റ് സർക്യൂട്ട്. ദിസ് ഈസ് എ നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ട്. I dash is the current source. കറണ്ട് സോഴ്സ് നമ്മൾ ആരോ ഇട്ടാണ് കാണിക്കുന്നത്. പിന്നെ Z dash is parallel impedance. And what are the values of I dash and Z dash? I dash is Z3 by Z1 Z2 plus Z1 Z3 plus Z2 Z3. And Z dash is equal to Z2 plus Z1 Z3 by Z1 plus Z3. അപ്പോൾ ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമാകും. ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം നമ്മൾ തെവനിസ് തിയറം വെച്ച് ചെയ്തിട്ടുള്ളതാണ്. തെവനിസ് തിയറത്തിലെ ഉത്തരം നിങ്ങൾ ഓർക്കുക. ഈ പ്രോബ്ലത്തിൻ്റെ അതൊന്ന് റെഫർ ബാക്ക് നടത്തണം. ആ തെവനിസ് തിയറത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഇതേ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രോബ്ലം ആ പ്രോബ്ലം തന്നെ നോർട്ടൺസ് തിയറം വെച്ച് ചെയ്ത് കാണിക്കുകയാണ്. തിയറങ്ങളെല്ലാം ഒരേ ഉത്തരം തരും എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഈ പ്രോബ്ലം. റിപ്പീറ്റേഷൻ. Find a Norton's equivalent circuit and current through 2 ohm in the circuit below. ഇപ്പോൾ 3 ohm 7 ohm 6 ohm 2 ohm കാണിച്ചിരിക്കുകയാണ്. 12 വോൾട്ട് ബാറ്ററിയാണ്. 12 വോൾട്ട് ബാറ്ററി. ഇപ്പോൾ നമുക്ക് 2 ഓമിൽ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. 2 ഓമിന് ലോഡായിട്ട് വിചാരിക്കണം. ആദ്യം നമുക്ക് നോർട്ടൺസ് കറണ്ട് കാണാം. നോർട്ടൺസ് കറണ്ട് I ഡാഷ് കാണണമെങ്കിൽ എ ബി ഷോർട്ട് ചെയ്യണം. ആ ലോഡ് അഴിച്ച് മാറ്റിയിട്ട് എ ബി ഷോർട്ട് ചെയ്യണം. I dash is Z3 by Z1 Z2 plus Z1 Z3 plus Z2 Z3. Z3 by Z1 Z2 plus Z1 Z3 plus Z2 Z3. അപ്പോൾ 3 7 6 വായിക്കേണ്ടത് Z1 Z2 Z3 എന്നുള്ള ഓർഡറിലാണ്. So I dash is 12 into 6 by 3 into 7 plus 3 into 6 plus 7 into 6 എന്ന് വരും. ആ 3 7 6 വായിക്കേണ്ടത് Z1 Z2 Z3 എന്ന ക്രമത്തിൽ
വായിക്കണം. So when we simplify, we get 72 by 21 plus 18 plus 42, that is 72 by 81, 8 by 9 ampere. That is I dash is 8 by 9 ampere, and that is the Norton's current. I dash is 8 by 9 ampere, that is Norton's current. Now we have to find a Norton's impedance Z dash, which is same as Thevenin's impedance. Z dash is equal to Z2 plus Z1 Z3 by Z1 plus Z3, and that we get 7 plus 3 into 6 by 3 plus 6, 7 plus 18 by 9 is equal to 7 plus 2, 9 ohm. Now we write the now we draw the Norton's equivalent circuit. There is a current source 8 by 9 ampere, Z dash which is equal to 9 ohm, and ZL is equal to 2 ohm. The current is marked, the load current is IL. Here the main current is I dash, Norton's current I dash. Norton's current I dash. I dash comes at the junction of Z dash, and I dash minus IL pass through Z dash, and IL pass through load. Apply KVL for the second loop. We can write clockwise PD is anti-clockwise PD. Clockwise IR drop is anti-clockwise IR drop. I dash minus IL into Z dash. I dash minus IL Z dash is equal to clockwise drop IL minus ZL. That is IL is equal to that. You remove the bracket and simplify. Remove the bracket and write one step. IL is Z dash, I dash Z dash by Z dash plus ZL. This equation you have to by heart. The load current as per Norton's theorem is IL is I dash Z dash by Z dash plus ZL. The load current as per according to Norton's theorem is IL is equal to I dash Z dash by Z dash plus ZL is equal to 8 by 9 into 9 by 9 plus 2, that is 8 by 11 ampere. That is it. That is all with the 6th lecture on electronics. We continue our topic in the next class. Thank you very much.